പ്രത്യേകത, അന്നത്തെ കാലത്ത് കുടുംബങ്ങളിൽ പെണ്ണുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധമാണ്. കുടുംബത്തിൽ പ്രത്യേകിച്ചും ഭർത്താവിന്റെ കുടുംബക്കാർ അതത്ര സ്വീകരിക്കില്ല. നോർത്ത് ഇന്ത്യയിൽ ഒരു കൾട്ട് കൂടെയാണ്. എന്തായാലും കമലാബായിയെ സംബന്ധിച്ച് ആദ്യമായി പിറന്ന കുട്ടി പെണ്ണാണ്. പെണ്ണായതോടുകൂടി തന്നെ ഭർത്താവിന് അവളോട് വിരോധം ഉണ്ടായി. രണ്ടാമത്തെ കുട്ടിക്കായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത വർഷം തന്നെ അവൾ വീണ്ടും ഗർഭിണിയായി. അടുത്ത വർഷം പ്രസവിക്കാൻ തയ്യാറായപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇത് ആണായിരിക്കണം. ഇന്നാണെങ്കിൽ നമുക്കത് ചോദിക്കാം. ഈ പറയുന്ന DNA-കളുടെയും ക്രോമസോംസിന്റെയും XYയും ഒക്കെ വെച്ചിട്ട് നമുക്കിത് വിവക്ഷിക്കാനുള്ള കെൽപ്പും ത്രാണിയും പെണ്ണുങ്ങൾക്കുണ്ട്. അതില്ലാതിരുന്ന ഒരു കാലത്ത്, ആണിനും അതറിയില്ല എന്നുള്ള കാലത്ത്, അവൻ ഇത് പെണ്ണിന്റെ ചുമലിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് ആ ഭർത്താവ് പറഞ്ഞു അടുത്തത് ആണായിരിക്കണം. നിർഭാഗ്യവശാൽ ഉണ്ടായ കുട്ടി പെണ്ണ് തന്നെയായിരുന്നു. മൂന്നാമതും അവൾ ഗർഭം ധരിച്ചു. എന്തിനാണാവോ, ഇനിയാണ് ഉണ്ടാക്കാൻ മാത്രം. അങ്ങനെ ഗർഭം ധരിച്ചു. ഇത്തവണ അവളെ കൊണ്ടുവന്ന് വീട്ടിലേൽപ്പിച്ചിട്ട് ഭർത്താവ് പറഞ്ഞു ഇനിയും പെണ്ണ് തന്നെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് മടങ്ങി വരണ്ട. അപ്പം 1ഉം 2ഉം കുട്ടികൾ ഇങ്ങനെ ആയപ്പോൾ തന്നെ ആ അമ്മ അനുഭവിച്ച ഏറ്റവും വലിയ ഭീകരത നമുക്ക് ഊഹിക്കാം. പെണ്ണ് എന്ന നിലയിൽ നമ്മളിപ്പോൾ നേരിടുന്നില്ല, എന്നാൽ പോലും നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും എന്തായിരിക്കും അത്. കുടുംബത്തിൽ ഒരു ചർച്ചയില്ലാതെ വരികയോ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഭയവും അവർക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ കുട്ടി ജനിച്ചു. അതും പെൺകുട്ടി തന്നെയായി. അപ്പോൾ അമ്മ പിന്നെ ഒരു കാര്യം ചെയ്തു. ഈ കുട്ടി ഇല്ലാതായാൽ ഒരു നന്മ ഉണ്ടാവും. ആ നന്മ ഇത്ര മാത്രമേ ഉള്ളൂ, ഇന്നേയും എൻ്റെ 2 കുട്ടികൾക്കും തിരിച്ചു പോകാൻ ഒരു ഇടമുണ്ടല്ലോ. സ്വന്തം വീട്ടിൽ അങ്ങനെ കഴിയുക സാധ്യവുമല്ല. അപ്പോൾ അവൾ ചെയ്ത വളരെ ക്രൂരമായിട്ടുള്ളൊരു നിലപാടുണ്ട്. ആ നിലപാട് ഇതാണ്. ശൈത്യം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉത്തര ഇന്ത്യയിലൊക്കെ അതികഠിനമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ 23 ഡിഗ്രി ഒക്കെ ആകുമ്പോഴേ നമ്മൾ കിടുങ്ങി തുടങ്ങുന്ന, നമ്മൾക്ക് -5 എന്നൊക്കെ പറയുന്ന സങ്കല്പിക്കാൻ കൂടി സാധിക്കില്ല. എന്തായാലും അത്ര അതിശൈത്യത്തിന്റെ കാലത്ത് അവൾ വിചാരിക്കുന്നു സ്വാഭാവികമായി തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന മട്ടിൽ അവൾ തൻ്റെ കുട്ടിയെ വാതിൽ തുറന്ന് തിണ്ണയിൽ കിടത്തി, ഒറ്റ വസ്ത്രമില്ലാതെ. അപ്പൊ കുട്ടി ജനിച്ച് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ 2ാം ദിവസം കുഞ്ഞിനെ അങ്ങനെ കിടത്തുന്നു. അതിന്റെ തൊട്ടടുക്കൽ വാതിൽ പതിക്കെ ഒന്ന് ചാരി അകത്ത് തന്നെ അമ്മ ഇരുന്നു. കാരണം വേറെ പട്ടിയും വേറെ ജീവജാലങ്ങളൊന്നും അതിനെ കടിച്ചോണ്ട് പോകാതിരിക്കാൻ മാത്രം. തണുത്ത് വിറച്ച് കുഞ്ഞു മരിക്കുമ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കുഞ്ഞിനെ ചേർത്ത് പിടിക്കാം. കുട്ടി സ്വാഭാവികമായി മരിച്ചതാണ് എന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന് ഈ പാവം അമ്മ തീരുമാനിച്ചു. കഥ നീളുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തി, വാതിലൊന്ന് ചാരി അകത്തിരുന്നു. ഉറക്കുളച്ച് തന്നെ ആ രാത്രി അമ്മ കുഞ്ഞിന്റെ മരണത്തിന് കാവലിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നു. അറിയില്ല, തലേ ദിവസം പ്രസവം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ക്ഷീണത്താൽ തൻ്റെ മനസ്സിലെ സ്ട്രെസ് ഭീകരമായതുകൊണ്ട് ഒക്കെ കാരണമാകാം അമ്മ അങ്ങ് ഉറങ്ങിപ്പോയി. നേരം പരപര വെളുത്തപ്പോഴാണ് അമ്മ പെട്ടെന്ന് കണ്ണ് തുറന്ന് ഉറക്കെ ഒന്ന് നിലവിളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടി മുറ്റത്തേക്കൊന്ന് ഇറങ്ങി, തിണ്ണമേലേക്കൊന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ആ കിടക്കുന്ന കുഞ്ഞ് കരിനീലിച്ചു. തണുത്ത് നീലിച്ചിട്ട് അത് മരണവുമായി മല്ലടിയാണ്. അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ചെറുവിരലുണ്ടല്ലോ, കാലിന്റെ ഏറ്റവും ചെറുവിരൽ പതിയെ അനങ്ങുന്നു. കഥയ്ക്ക് വന്ന ഒരു മാറ്റം ഇങ്ങനെയാണ്. തൻ്റെ കുഞ്ഞിനെ ചേർത്ത് ദേഹത്തോട് പിടിച്ചു. തന്നിൽ അവശേഷിക്കുന്ന അവസാനത്തെ ചൂടും പകർന്നു കൊടുത്തിട്ട് അമ്മ ലോകത്തോടായി ഒരു പ്രഖ്യാപനം നടത്തി. എൻ്റെ 1 ദിവസം പ്രായമായ കുഞ്ഞ് അല്ലെങ്കിൽ 2 ദിവസം പ്രായമായ കുഞ്ഞിന് ഇത്ര ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളോട്, കാലാവസ്ഥയോട് ഇത്രമാത്രം ശക്തമായി പൊരുതാനാവുമെങ്കിൽ എനിക്കെന്തുകൊണ്ട് സാധിക്കില്ല? അമ്മ തിരിച്ചു പോയില്ല. അമ്മ ഇന്ന് 100 കണക്കിന്, അമ്മയുടെ മക്കൾ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള 100 കണക്കിന് ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം ഒരു പൊതു അമ്മയായി, ഒരു വലിയ സാമൂഹിക പ്രവർത്തകയായി, അടുത്ത കാലത്താണ് അവർ മരിച്ചുപോയത്, അവർ ജീവിച്ചു എന്നുള്ളത് ചരിത്രം. ഞാൻ പറയാൻ തുടങ്ങുന്നത് ജീവിതത്തിലെ വെല്ലുവിളികൾ എന്ന് പറയുന്നത് അങ്ങനെ കണക്ക് വെച്ചിട്ട് വരവ് അറിയിച്ച് ഒന്നുമല്ല വരിക. അതാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ രസം. എന്നോട് പണ്ട് അച്ഛൻ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ജീവിതമാണ് ഏറ്റവും വലിയ ഗുരു നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ തയ്യാറെടുത്തിരിക്കും ഒരു അനുഭവം വരുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാമോ. നിർഭാഗ്യവശാൽ അത്തരം ഒരു അനുഭവം പിന്നെ നമുക്ക് വരികയില്ല. പിന്നെ പുത്തനൊരു വെല്ലുവിളിയാണ് വരിക, പിന്നെ പുത്തനൊന്ന് വരികയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പറയുന്ന രസകരമായ ഒരു കഥയുണ്ട്. ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ കഥ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാം. അത് നമ്മുടെ ഡ്രൈവിങ്ങുമായി ബന്ധിതമാണ്. ഡ്രൈവിംഗ് എത്ര